ലോ കിലോമീറ്റർ വണ്ടി അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് 2022 വെറും 12,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 2.4 വരും. 2.4 ലക്ഷം രൂപ ഒരു ആൾട്ടോന്റെ വില. വെറും ഒരു ആൾട്ടോ സ്വന്തമാകുന്ന വിലക്ക് നമുക്ക് ഡീസൽ പോളോ ലക്ഷറി യാത്ര. ഈ വണ്ടിക്ക് ഇറങ്ങിയ സമയത്ത് 16 ലക്ഷം രൂപ വില ഉണ്ടാകുന്നുണ്ട്. 16 ലക്ഷം രൂപ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 20 ലക്ഷം രൂപയോളം വരുന്നുണ്ട് ഇപ്പൊ ഇറങ്ങുന്നത്. 3XO. ഓക്കെ, അപ്പൊ ഈ ഒരു വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 795. വെറും 7,95,000. അതിന് 595 വരും. 595. 5,95,000 രൂപക്ക് 20 മോഡൽ പോളോ. ഓക്കെ, 7,000 കിലോമീറ്റർ. 7,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഷോറൂം പോലും ഉണ്ടാവില്ല. 7,000 കിലോമീറ്റർ ഓടിയ വണ്ടി അല്ലേ? അത്രയും റയർ സാധനം. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ? ഇത് 2022 മോഡൽ VXI ആണ്. ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ ഒരു ബഡ്ജറ്റ് എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിച്ചേർന്നുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് നമ്മളെ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തുള്ള കാർ ആൻഡ് ബൈക്ക് ഷോറൂമിലാണ് കേട്ടോ. ഇന്ന് കാണിക്കാൻ പോകുന്ന എല്ലാ വണ്ടിയും നിങ്ങളെ പോക്കറ്റിനിണങ്ങിയ വാഹനങ്ങളായിരിക്കും. ഇപ്പോൾ താറ് നോക്കുകയാണെങ്കിൽ ഒരു 50,000 രൂപ ഡൗൺ പേയ്മെൻ്റ് ആണെങ്കിൽ താറ് ഇറക്കാം. വെറും 12,000 കിലോമീറ്റർ മാത്രമോടെ 22 മോഡൽ താറ്. അത് മാത്രമല്ല, ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ചെറുവണ്ടികൾ നമുക്ക് കാണാൻ സാധിക്കും. ജീപ്പിൻ്റെ കോമ്പസ്, അതും ഡോക്ടർ യൂസ് നല്ല റെഡ് കളർ വണ്ടി. ഇനി പോളോൻ്റെ ആരാധകർക്ക് ഇതാ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് 2 പോളോ കാണാൻ സാധിക്കും. ഈ പോളോ വൈറ്റ് വേണ്ടവർക്ക് അതുണ്ട്. ബ്രസ് ഇതാ വെറും 9,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഗ്നർ വരേണ്ടത്. ഇതൊക്കെ കണ്ടില്ലേ, ഡീസൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന പവർഫുൾ വാഹനം കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്, ഇവിടുന്ന് വാഹനം എടുക്കുന്നവർ ഒരിക്കലും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. 2 വർഷമാണ് ഒരു വാറണ്ടി കൊടുക്കുന്നത്. എഞ്ചിൻ ആയിക്കോട്ടെ, ഗിയർ ബോക്സ് ആയിക്കോട്ടെ, എന്ത് പ്രശ്നം വന്നാലും 2 വർഷം ഒരു വാറണ്ടി കൊടുക്കും. അത് സെറ്റല്ലേ? അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടോളി, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളിയും. അപ്പം നമുക്ക് ഓരോ വാഹനങ്ങളായിട്ട് പരിചയപ്പെടാം. ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് ജെയിൻ ബ്രോ ആണ്. ബ്രോ, മലയാള മീഡിയയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണല്ലേ? എങ്ങനെയുണ്ട് സെയിൽസും കാര്യങ്ങളൊക്കെ? അത്യാവശ്യം ഉണ്ട്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. പുതിയ കളക്ഷൻസ് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോപ്പർ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തോളൂ. ട്രിവാൻഡ്രത്ത് നിന്ന് നെയ്യാറ്റിങ്കര പോകുന്ന റൂട്ടിൽ മൊടൂർപ്പാറ. ഓക്കെ, മൊടൂർപ്പാറ റോഡ് സൈഡ് തന്നെ ഒരു വലിയ ഷോറൂമാണ്. കാർ ആൻഡ് ബൈക്ക് വലിയ ഷോറൂമാണ്. ഓക്കെ, കാർ ആൻഡ് ബൈക്ക് എന്നാണ് നമ്മുടെ ഷോപ്പിന്റെ പേര്. നമ്മളത് ഏകദേശം എത്ര വണ്ടികൾ ഇപ്പോൾ അവൈലബിൾ ആണ്? 10-30 വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ പ്രേക്ഷകർ ആവശ്യപ്പെട്ടാൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഹൈലൈറ്റ് എന്തൊക്കെയാണ് നമ്മുടെ ഷോറൂമിന്റെ? ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന വാറന്റിയാണ്. 2 ഇയർ വാറന്റിയാണ് വരുന്നത്. 2 വർഷം വാറന്റി, 1 വർഷം റോഡ് സൈഡ് അസിസ്റ്റൻസ്. ഓക്കെ, പിന്നെ ഓഫർ വല്ലതും ഉണ്ടോ? നമുക്ക് ഓഫർ വരുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട്. ഓഫർ പ്രൈസിൽ നമുക്ക് വണ്ടി തരാൻ സാധിക്കില്ലേ? അപ്പൊ ന്യൂ ഇയർ ഒക്കെ ഇല്ലേ? ന്യൂ ഇയർ ആയിട്ട് നമ്മളെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഓഫർ? സ്പെഷ്യൽ ആയിട്ട് ഓഫർ കൊടുക്കാം. ഡാഷ് ക്യാം ഉണ്ട്. നമ്മുടെ വണ്ടി ഇവിടുന്ന് ഏത് വണ്ടി എടുത്താലും ഡാഷ് ക്യാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓൾ കേരള ഹോം ഡെലിവറി അവൈലബിൾ ആണ്. ഫുൾ ലോൺ അവൈലബിൾ ആണ്. ഫുൾ ആണ്. സീറോ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. ഡാഷ് ക്യാമറ അത് ഇപ്പോൾ ഭയങ്കര ഉപകാരപ്രദമായിരിക്കുന്ന ഒരു സംഭവമാണ്. ഡാഷ് ക്യാമറ ഒരു വണ്ടിയിൽ നിർബന്ധമായിട്ടുള്ള സംഭവം. പോളിഷ് കൊടുത്തൂടെ? നമുക്ക് പോളിഷ് കൊടുക്കാം. വണ്ടി ഇറങ്ങുന്ന സമയത്ത് പോളിഷ് സർവീസും ഉണ്ട് അല്ലേ? ഇവിടെ നിങ്ങൾ ഏതൊരു വണ്ടി എടുത്താലും എത്ര കിലോമീറ്റർ ആണ് അതിന്റെ സർവീസ് ചെയ്തിട്ട് വണ്ടിയുടെ ചാവി നിങ്ങളുടെ കയ്യിലാണ് തരുള്ളൂ. അത്രയും ഉത്തരവാദിത്തത്തോടു കൂടെ അല്ലേ? അപ്പോൾ ഒരുപാട് വാഹനങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റിക്കോളണമെന്നില്ല. ഒരു 10 വാഹനം നമുക്ക് കാണിക്കാം അല്ലേ? ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള വണ്ടികൾ ഇഷ്ടപ്പെട്ടാൽ താഴെ നമ്പറിൻ്റെ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഓരോ വാഹനങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് താറ് 4x4 22 മോഡലായിട്ട് പരിചയപ്പെടാം. അതും ലോ കിലോമീറ്റർ വണ്ടി അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് 2022 വെറും 12,000 കിലോമീറ്റർ ഓടിയ വണ്ടി. വെറും 12,000. ഓക്കെ, ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ്. ജെനുവിൻ അല്ലേ? കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടി. എന്തെങ്കിലും ആയിട്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. ഈ ടയേഴ്സ് ഒക്കെ 12,000 ഓടിയ ടയേഴ്സ്. 12,000 ഓടിയ ടയേഴ്സ്. 4x4 മാനുവൽ ആണ്. അത്യാവശ്യം മൈലേജ് കിട്ടും. മല കയറാം, കുന്നും കയറാം, വെള്ളത്തിൽ കൂടെ പോവാം, കരയിൽ കൂടിയും പോവാം, ഏതു കൂടെ വേണേലും പോവാട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഇതൊന്നും തൊട്ടിട്ടില്ല അല്ലേ? സ്റ്റെപ്പിനൊന്നും തൊട്ടിട്ടില്ല. ബോഡി ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീനിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ജസ്റ്റ് ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ പക്കാ ഷോറൂം കണ്ടീഷൻ. പക്ക വണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ? സ്റ്റോക്ക് കണ്ടീഷനിലാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? നമ്മളിത് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 14,90,000 ആണ്. 14,90,000. നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആണ്. റേറ്റ് നെഗോഷ്യബിൾ ആണ്. 2 ഇയർ വാറന്റി ഉണ്ട്. എത്ര? 50,000 ഇറക്കി കൂടും. 50,000 നമുക്ക് ഒരു 50,000 രൂപ നമുക്ക് താറ് സ്വന്തമാക്കാം. മാസം ചെറിയൊരു EMI വരും. എന്നാൽ കുഴപ്പമില്ല. 50,000 രൂപ നമുക്ക് താറ് സ്വന്തമാക്കാം. ഓക്കെ, വാറന്റി എടുത്തൂടെ? വാറന്റി കൊടുക്കാം. 2 വർഷം വാറന്റി. പിന്നെ ഈ പറഞ്ഞ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എല്ലാം കിട്ടും. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ജീപ്പ് കോമ്പസ് ഒരു ചുവപ്പ് കിളി അല്ലേ? ഓക്കെ, നല്ല അട്രാക്റ്റീവ് കളറാണ്. ഡോക്ടറിന്റെ സ്റ്റിക്കറൊക്കെ കാണുന്നുണ്ട്. ഡോക്ടർ യൂസ് ആണോ? ഡോക്ടർ യൂസ് ഉണ്ടല്ലേ? ഇത് ഏതാണ് ഇയർ വരുന്നത്? 2020 മോഡല്. 20,000 കിലോമീറ്റർ. മോഡലിനനുസരിച്ചുള്ള കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? 20,000 കിലോമീറ്റർ. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ. നിലവിൽ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് എന്തെങ്കിലും? ഒന്നുമില്ല. ഡുവൽ ടോൺ കളർ വരുന്ന വേരിയന്റ് ആണ്. ഏതാണ് ഓപ്ഷൻ? ഏതാണ്?
ഇത് വന്നിട്ട് ഒരു മിഡിൽ ഓപ്ഷനാ തോന്നുന്നു അല്ലേ? മിഡിൽ ഓപ്ഷനാണ്. മിഡിൽ ഓപ്ഷൻ. ടയർ എത്ര ശതമാനം ഉണ്ട്? ഏതാണ്ട് 80% ടയർ ഉണ്ട്. 80% ടയർ വരുന്നുണ്ട്. കീലെസ് എൻട്രി വരുന്നുണ്ട്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റ് ഇത് പുത്തൻ വണ്ടിയുടെ ഫീൽ ഉണ്ടല്ലോ അല്ലേ? കവർ പോലും മാറ്റി, സീറ്റ് കവർ പോലും ഊരിയിട്ടില്ല. ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, ക്ലൈമറ്റ് AC വരുന്നുണ്ട്, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന ഒരു ഹൈ ക്വാളിറ്റി വാഹനം കേട്ടോ. DCT ആണ്. ഓക്കെ, DCT വരുന്ന വാഹനമാണ്. ഗിയർ ബോക്സ് വരുന്ന വണ്ടിയല്ലേ? ഓട്ടോമാറ്റിക്. ഓക്കെ, എത്രയാണ് ഈ ഓട്ടോമാറ്റിക് ഡീസൽ അല്ലേ? ഇത് പെട്രോൾ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനത്തിന് എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? നമ്മൾ ആസ്കിന്റെ പ്രൈസ് 15.45 ആണ്. 15 റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, ഇത് പുതിയ ഏകദേശം 20 ലെവലിൽ 20 മുകളിലുണ്ട്. 20 മുകളിലുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് പുതിയ മോഡൽ ലോ കിലോമീറ്റർ നമുക്ക് കോമ്പസ് ഓട്ടോമാറ്റിക് സ്വന്തമാക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പോളോ പരിചയപ്പെട്ടാലോ? ഓക്കെ, 2 പോളോ ഉണ്ട്, വൈറ്റും ഉണ്ട്, റെഡും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് റെഡുമെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. റെഡ് ഒരു അട്രാക്റ്റീവ് കളറാണ്, കൂടാതെ നല്ല കിടിലൻ അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ എങ്ങനെ വരുന്നത്? ഇത് 2011 ആണ്. 11 മോഡൽ അല്ലേ? വളരെ ക്വാളിറ്റി കണ്ടിട്ട് ഒരു 15 ആ ലെവലിൽ തോന്നുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല 4 കിടിലൻ അലോയ് വീൽസ്. ടയർ എത്ര ഉണ്ട്? ഏകദേശം ഒരു 50% ടയർ ഉണ്ട്. 50% ടയർ വരുന്നുണ്ട്. വണ്ടി എങ്ങനെ കണ്ടീഷൻ? പെട്രോളോ ഡീസലാണ്? ഡീസലാണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? 1.25 അല്ലേ? ഡീസലാണ്. അത്യാവശ്യം മൈലേജ് കിട്ടും. 20 അടുപ്പിച്ച് മൈലേജ്. വണ്ടി കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടോ? കംപ്ലൈന്റ്സ് ഒന്നുമില്ല. ഓണർഷിപ്പോ? തേർഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. തേർഡ് ഓണർഷിപ്പ് അല്ലേ? മേജർ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരിക്കും അല്ലേ? സർവീസ് എല്ലാം കഴിഞ്ഞു. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഒരു ബേസിക് കാര്യങ്ങൾ നമുക്ക് വേണ്ട എല്ലാ ബേസിക് കാര്യങ്ങളും വരുന്ന ഒരു ഇന്റീരിയർ ആണ്. 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. എത്രയാണ് ചോദിക്കണേ? ഇത് 2.25 വരും. 2.25 ലക്ഷം രൂപ. ഒരു ആൾട്ടോന്റെ വില അല്ലേ? വെറും ഒരു ആൾട്ടോ സ്വന്തമാകുന്ന വിലക്ക് നമുക്ക് ഡീസൽ പോളോ ലക്ഷറി യാത്ര. ഓക്കെ, ഇനിയിപ്പോ മോഡൽ കുറഞ്ഞു പോയി വിചാരിച്ചിട്ട് ടെൻഷൻ ആവണ്ട. നല്ല വൈറ്റ് കളർ നമ്മുടെ കയ്യിലുണ്ട്. മോഡൽ കൂടിയത് 2020 മോഡൽ. പെട്രോൾ ആണോ? പെട്രോൾ. കപ്പ് എഡിഷൻ ആണത്. കംഫർട്ട് ലൈനിലെ കപ്പ് എഡിഷന്റെ അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡീറ്റെയിൽ അതിന് വരുന്നത്? ഇത് 2020 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം കിലോമീറ്റർ അല്ലേ? പെട്രോൾ. കറക്റ്റ് സർവീസ് ആണോ? കറക്റ്റ് കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ, 1 ലിറ്റർ ആണ്. 1 ലിറ്റർ അല്ലേ? ഓക്കെ, ഒന്നും റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, സിംഗിൾ ഓണറാണ്. ഓക്കെ, ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ടച്ച് കമ്പനി മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ AC കാര്യങ്ങളൊക്കെ വരുന്ന എയർ ബാഗ് വരുന്ന വേരിയന്റ് അല്ലേ? ഓക്കെ, അപ്പോൾ എത്രയാണ് ഈ ഒരു വാഹനത്തിന് 20 മോഡലിൽ ആസ്ക് ചെയ്യുന്നത്? ഇത് നമുക്ക് അതിന് 5.95 വരും. 5.95. 5,50,000 രൂപയ്ക്ക് 20 മോഡൽ പോളോ. ഓക്കെ, അത്യാവശ്യം നല്ലൊരു പ്രൈസ് ആണ്. ഫുള്ളി ലോൺ കിട്ടൂലേ? ഫുൾ ലോൺ ചെയ്യും. 1 രൂപ പോലും മുടക്കാതെ നമുക്ക് പോളോ സ്വന്തമാക്കാം. ഇനി അടുത്തായിട്ട് ബ്രസ ആണെങ്കിൽ അതിന്റെ ഡീസൽ പെട്രോളാ? പെട്രോൾ ZXi പെട്രോൾ ടോപ്പ് എൻഡ് വേരിയന്റ്. ഓക്കെ, അത് മാത്രമല്ല മൈലേജ് ഒക്കെ എത്ര കിട്ടും? ഒരു 18 പ്രതീക്ഷയുടെ 17 നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, ഫോഗ് ലാമ്പ് DRL വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരും, കീലെസ് സെൻറ്റർ വരും. ഓക്കെ, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ? ഓക്കെ, വണ്ടിക്ക് മേജർ ആക്സിഡന്റോ റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഓക്കെ, മിറർ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പുറകുവശത്തേക്ക് വരികയാണെങ്കിൽ റിയർ വൈപ്പർ, ഡീഫോഗർ വരുന്നുണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് അല്ലേ മാരുതി? അതുമാത്രമല്ല ഡയമണ്ട് കട്ട് അലോയ് വീൽസും വരുന്നുണ്ട്. കീലെസ് എൻട്രി. ഇന്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ ടച്ച് സ്ക്രീന്, ക്ലൈമറ്റ് കൺട്രോൾ, AC, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ. ഓക്കെ, എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? നമുക്ക് 9,90 കൊടുക്കാം. 9,90,000 രൂപ. 2022 മോഡൽ വണ്ടിയാണ്. ഏകദേശം എത്ര ലോൺ കിട്ടും? നമുക്ക് ഏകദേശം 9 ലോൺ ചെയ്ത് കൊടുക്കാം. 9.5 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തതായിട്ട് ഇതാ ഡീസലിൽ നല്ല മൈലേജ് കിട്ടുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനം അല്ലേ? അത്യാവശ്യം മെയിൻ്റെനൻസ് കുറഞ്ഞൊരു വാഹനമാണ്. XUV 300. ഓക്കെ, എങ്ങനെ ഡീറ്റെയിൽ തന്നെ? ഇത് W8 ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി. ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡീസൽ. ഓട്ടോമാറ്റിക് മാനുവലാണ്. അപ്പോൾ മൈലേജ് കിട്ടും. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, DRL, ഫോഗ് ലാമ്പ് വരും. പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ 4 കിഡിലൻ അലോയ് വീൽസ് ആണ് സാധിക്കും. ഇത് മോഡൽ കിലോമീറ്റർ ഓണർഷിപ്പ് എങ്ങനെ വരുന്നത്? 2019 മോഡലാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ. ഒരു 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 66,000 ഡീസൽ ഓടിയിട്ടുള്ളൂ. ഓക്കെ, എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കറക്റ്റ് ജെനുവിൻ. ഒരുപാട് ഫീച്ചേഴ്സ് കൊടുക്കുന്ന ഒരു വണ്ടിയാണ്. പിന്നെ അത് മാത്രമല്ല സൺറൂഫ് വരെ വരും അല്ലേ? ഓക്കെ, ഇതിന്റെ ഒരു ഹൈലൈറ്റ് ഇന്റീരിയർ ഭാഗമാണ്. നല്ല വൈറ്റ് കളർ ഇന്റീരിയർ അല്ലേ? ഓക്കെ, ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, ടച്ച് സ്ക്രീന്, ക്ലൈമറ്റ് AC, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ, പവർ വിൻഡോസ്, എല്ലാ ഫീച്ചേഴ്സും വരുന്ന അടിപൊളി സൺറൂഫ് അടക്കം വരുന്ന വാഹനം. ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി അല്ലേ? ഓക്കെ, എത്രയാണ് അപ്പോൾ ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്? പുതിയ വണ്ടിക്ക് ഇറങ്ങിയ സമയത്ത് 16 ലക്ഷം രൂപ വില ഉണ്ടായിരുന്നുണ്ട്. 16 ലക്ഷം രൂപ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 20 ലക്ഷം രൂപയോളം വരുന്നുണ്ട് ഇപ്പോൾ ഇറങ്ങുന്നത്. 3XO. ഓക്കെ, അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 7.95. വെറും 7,95,000. ഫുൾ ലോൺ കിട്ടുമോ? ഫുൾ ലോൺ കിട്ടും. 1 രൂപ പോലും പറ്റും. ഓക്കെ,
1 രൂപ പോലും മുടക്കാതെ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി, അത് നല്ലൊരു ഓഫർ പ്രൈസ് ആണ് കേട്ടോ. ഡീസൽ, അതും സിംഗിൾ ഓണർ ഡീസൽ, ഒരു 60,000 മാത്രം ഓടിയ 19 മോഡൽ അല്ലേ? ഓക്കെ. അടുത്തായിട്ട് നമുക്ക് നല്ലൊരു സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനം പരിചയപ്പെടാം. ലോ കിലോമീറ്റർ വണ്ടി. ഇത്ര കിലോമീറ്റർ ഓടി വണ്ടി, 7,000 കിലോമീറ്റർ ഓടി വണ്ടി. ഷോറൂം പോലും ഉണ്ടാവില്ല. 7,000 കിലോമീറ്റർ ഓടി വണ്ടി അല്ലേ? അത്രയും റയർ സാധനം. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ? ഇത് 2022 മോഡൽ VXi ആണ്. VXi 1 ലിറ്റർ അല്ലേ? അപ്പൊ മൈലേജ് കുറച്ച് കൂടി കിട്ടും. ഓക്കെ. ഇതിന്റെ ഓണർഷിപ്പ് അതുപോലെ തന്നെ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് 7,000 കിലോമീറ്റർ. സർവീസ് പക്കയാണോ? ഹിസ്റ്ററി. ടയർ നോക്കുകയാണെങ്കിൽ 7,000 ഓടിയ MRF ടയർ, കമ്പനി ടയർ വരുന്നതാണ്. റീപ്ലേസ് എന്തെങ്കിലും വണ്ടിക്ക്? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ധൈര്യമായിട്ട് കൊടുക്കാം. ഓക്കെ. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റർ ചെയ്തിട്ടുണ്ട്. കമ്പനി മ്യൂസിക് സിസ്റ്റം, എയർ ബാഗ് വരുന്നുണ്ട്, AC വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ. ഓക്കെ. അപ്പോൾ എത്ര മൈലേജ് പ്രതീക്ഷിക്കുന്നുണ്ട് വണ്ടിക്ക്? 17-18 വരെ കിട്ടുന്നുണ്ട്. 18 വരെ കിട്ടും. ഓക്കെ. നമ്മൾ എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്? നമ്മൾ 5,95 വിത്ത് 2 ഇയർ വാറണ്ടി വരുന്നുണ്ട്. 5,95,000 രൂപയ്ക്ക് വിത്ത് 2 വർഷം വാറണ്ടി. ഇത് പുതിയത് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 7 ലക്ഷം രൂപയോളല്ലേ? 7 ലക്ഷത്തിന് മുകളിലുണ്ട്. ആ ലെവലിൽ റേറ്റ് വരുന്ന ഒരു വാഹനമാണ്. 1 ലിറ്റർ ആണ്. അത്യാവശ്യം മൈലേജ് കിട്ടൂല്ലേ? 2 ഇയർ വാറണ്ടി കൊടുക്കാം. അപ്പൊ ഇനിയിപ്പോ ഓട്ടോമാറ്റിക് ഇല്ലാന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കണ്ട. നമുക്കൊരു ചെറിയ വണ്ടി കേട്ടം കൊടുക്കാം. മെയിൻ്റെനൻസ് കുറഞ്ഞ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് 2015 വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 75,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ. റീപ്ലേസ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. ഒരു അടിപൊളി ഒരു ഒന്നുമില്ല, ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ വണ്ടി, നല്ല അടിപൊളി കളർ അല്ലേ? ഒരു വെറൈറ്റി കളർ. ടയർ എത്ര ഉണ്ട്? ടയർ 50% മുകളിൽ ടയർ ഉണ്ട്. 50% മുകളിൽ ടയർ വരുന്നുണ്ട്. ഇപ്പൊ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവർ, കമ്പനി മ്യൂസിക് സിസ്റ്റം വരുന്നു. അതുപോലെ തന്നെ 2 ഡോർ പവർ വിൻഡോ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു വാഹനത്തിന്, ഈ ഒരു കുഞ്ഞൻ വണ്ടിക്ക് നമ്മൾ എത്ര എക്സ്പെക്ട് ചെയ്യുന്നത്? ചെറിയ വില മതി. 3.5 ഓട്ടോമാറ്റിക് വണ്ടി. വേറെ ഒരു 3.5 ലക്ഷം രൂപക്ക് ഓട്ടോമാറ്റിക് വണ്ടി സ്വന്തമാക്കാം. ഓക്കെ. ലേഡീസിനൊക്കെ തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. ഇതിന്റെ സ്പേസ് കൊണ്ടും ഇതിന്റെ പെർഫോമൻസ് കൊണ്ടും ലേഡീസൊക്കെ കൊടുക്കാൻ പറ്റിയൊരു വണ്ടി കൂടിയാണ് കേട്ടോ. ഫുൾ ലോൺ കിട്ടുമോ? ഫുൾ ലോൺ. 1 രൂപ പോലും മുടക്കാൻ സ്വന്തമാക്കാം. 3.5 നമുക്ക് ലോൺ ചെയ്യാം. 3.5 ലോൺ ചെയ്യാം. ഓക്കെ. അപ്പൊ ഈ ഒരു റോല് ഒരുപാട് വാഹനങ്ങൾ കാണുന്നുണ്ട്. നമുക്കൊരു റയർ സാധനം പരിചയപ്പെട്ടാലോ? 1000cc ആണ്. അത് വളരെ റയർ ആയിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അത് നല്ല അട്രാക്റ്റീവ് റെഡ് കളർ അല്ലേ? ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽ എങ്ങനെ വരും? ഇത് 2015-16 മോഡലാണ്. ഓക്കെ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 58,000 കിലോമീറ്റർ. 58,000. 1000cc ആണ്. മൈലേജ് എന്താ പാട്? മൈലേജ് ഒരു 15-16 നമുക്ക് പ്രതീക്ഷിക്കാം. മാഗ്ന പ്ലസ് അല്ലേ? മാഗ്ന പ്ലസ്. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. കറക്റ്റ് സർവീസ് അല്ലേ? കറക്റ്റ് സർവീസ് ആണ്. ടയറോ? ടയർ എല്ലാ ടയർ 50% മുകളിലുണ്ട്. 50%. ഫ്രണ്ടിലാണെങ്കിൽ ഒരു പുത്തൻ ടയർ തന്നെ പറയാം. ഫ്രണ്ടിൽ അത്യാവശ്യം ടയർ വരുന്നുണ്ട്. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ സെയിം, ഒരു വ്യത്യാസമല്ല. എഞ്ചിനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലേ? നല്ല പവർ ഉണ്ടാവും. നല്ല പവറാണ്. ഓക്കെ. ഒരു കുഞ്ഞൻ വണ്ടിക്ക് നല്ല പവർ നോക്കുന്നവർക്ക് നല്ല പവറിലൊരു കുഞ്ഞൻ വണ്ടി കൊടുക്കാം. ഓക്കെ. ഇന്റീരിയർ ഹൈ ക്വാളിറ്റിയാണ്. നല്ല സീറ്റ് കവർ, നിങ്ങൾക്ക് വേണ്ട എല്ലാ ബേസിക് ഫീച്ചേഴ്സും വാഹനം കേട്ടോ. റിവേഴ്സ് ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. എത്രയാണ് ആസ്കിങ്? നമുക്ക് 2.85 ആസ്കിങ് പ്രൈസ്. ഓക്കെ. അല്ലെ നെഗോഷ്യബിൾ, റേറ്റ് നെഗോഷ്യബിൾ. 1 വർഷം വാറണ്ടിയും കിട്ടും. 1 വർഷം വാറണ്ടി. 2,85,000 രൂപയാണ് ആസ്കിങ് അല്ലേ? നമുക്ക് ഏകദേശം ഇത്ര ലോൺ കിട്ടും വണ്ടി? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ 2,85,000 ലോൺ ചെയ്ത് കൊടുക്കാം. ഇതിന്റെ റിയോൺ പരിചയപ്പെടാം. ഇത് കാണിക്കാൻ കാരണം ഇതിന്റെ ഒരു പ്രൈസ് ആണ്. പ്രൈസ് ഇതിന്റെ ഓഫറും. ഇതിന്റെ ഡീറ്റെയിൽ 2018 മോഡൽ കൂടി വണ്ടി. ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. ഈ ഓൺ നിർത്തുന്ന സമയത്തുള്ള ലാസ്റ്റ് പീസ്. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ. കറക്റ്റ് എത്ര കിലോമീറ്റർ? 34,000 കിലോമീറ്റർ. 34 ജെനുവിൻ കിലോമീറ്റർ. എന്തെങ്കിലും റീപ്ലേസ്മെന്റ്? ഒന്നുമില്ല. ടയർ എത്ര ഉണ്ട്? 90% ടയർ ഉണ്ട്. 90% ടയർ ഉണ്ട്. ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ഇയോൺ നിർത്തുന്ന സമയത്തുള്ള വണ്ടി. ഇയോണിന്റെ ആരാധകരുടെ ആ ഒരു എൻഡിങ്ങിലുള്ളൊരു സമയം അല്ലേ? ഓക്കെ. വണ്ടിക്ക് എത്രയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ്? മാത്രമല്ല ഇതിന്റെ ജസ്റ്റ് ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ഇന്റീരിയർ അല്ലേ? ഒന്നും പറയാനില്ല. പക്ക ഷോറൂം കണ്ടീഷൻ വണ്ടി. ആ പ്രൈസ് പൊട്ടിച്ചോ? 3,10,000 കൊടുക്കാം. 3,10,000 രൂപ. 2 വർഷം വാറണ്ടി വെച്ച് കൊടുക്കാം. 2 വർഷം വാറണ്ടി. 3,10,000 രൂപക്ക് തരും. ലോണോ? ഫുൾ ലോൺ. ഫുൾ 1 രൂപ പോലും മുടക്കാതെ ഇറക്കാം. പോളിഷ്, സർവീസ്, ഡാഷ് ക്യാമറ എല്ലാം അടക്കമാണ് ഈ ഒരു പ്രൈസ് കേട്ടോ. അപ്പൊ ആരും ഈ ഒരു അവസരം മിസ് ചെയ്യേണ്ട. ഈ ഓണം നോക്കുന്നവര് ഇത് വിട്ട് കളയരുത്. സിംഗിൾ ഓണർഷിപ്പ്, ലോ കിലോമീറ്റർ വണ്ടി. ഓക്കെ. അപ്പോൾ ഗൈസ്, എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ? മാന്യമായ പ്രൈസ്, ക്വാളിറ്റി വണ്ടികൾ,
കൂടാതെ പള്ളർച്ച ഓഫർ, ഒരുപാട് ഓഫർ അല്ലേ? ഓക്കെ, ഈ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. മാക്സിമം ഷെയർ ചെയ്തോ. നേരെ ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് ഇവിടെ വന്നോളില്ലേ. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പറഞ്ഞു കൊടുത്തോ. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് നെയ്യാറ്റിൻകര പോകുന്ന റൂട്ട്, അതായത് കന്യാകുമാരി ബൈപ്പാസ് ആണ്. ഓക്കെ, കന്യാകുമാരി ബൈപ്പാസിൽ പോകുമ്പോൾ മുടവൂർപ്പാറ റോഡ് സൈഡ് തന്നെ കാർ ആൻഡ് ബൈക്ക് ഷോ. ഓക്കെ, ഇനിയിപ്പോൾ ഇവർ പറഞ്ഞ ഈ ഒരു മാസം അല്ലേ, ഈ ഒരു മാസം ഓഫറാണ്, ആരും വിട്ട് കളയരുത്. ഇത്രയും ഒരു ഓഫർ കേട്ടോ. പിന്നെ നമ്മൾ മലയാള മീഡിയ പ്രേക്ഷകർ വന്നാൽ തീർച്ചയായിട്ടും ട്രീറ്റ് ചെയ്യണം. ഉറപ്പായി പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടല്ലേ നിങ്ങൾ വണ്ടി എടുക്കുക. എന്നാലും നമ്മൾ പ്രേക്ഷകർ ഒന്നുകൂടി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് എടുത്താൽ മതി. അത്രയും ഗ്യാരണ്ടിയിലാണ് ഇവർ വണ്ടി തരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ എപ്പിസോഡ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും തന്നെ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. അടുത്തൊരു കിടുക്കാച്ച എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും ഗുഡ് ബൈ.